ഇപ്പോൾ സപ്പോസ് ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ ആ സ്ഥാനത്ത് വരികയാണെങ്കിൽ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം ഞാൻ കാണും. അമ്മയുടെ നിലനിൽപ്പ് തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. ഇതേപോലെ ഒരു ക്രൂരത ചെയ്യാൻ പുറപ്പെടില്ല, അങ്ങനെ ചെയ്യാനുള്ള മനസ്സില്ലാത്തവരാണ്. ശ്വേത മേനോൻ്റെ ഒരു അഭിപ്രായമായിരിക്കും അത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനുള്ള ഒരു നിവൃത്തി ഇപ്പോൾ ഇല്ല എനിക്ക്. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു സിനിമയോ രാഷ്ട്രീയമല്ല. ഈ വിഷയം വേറെയാണ്. എൻ്റെ ഈ ഔട്ട്സൈഡ് സിനിമ ആൻഡ് രാഷ്ട്രീയത്തിന് വ്യത്യസ്തമായുള്ള ഒരു മേഖലയിൽ ഞാൻ കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആൾക്കാരാണ് ഇവിടെ. പിന്നെ CLSL എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുണ്ട് ഇവിടെ. അതിൻ്റെ സെൻറ്റർ ഫോർ ലൈഫ് സ്കിൽസ് ലേണിംഗ് എന്നാണ് അതിൻ്റെ പേര്. ഏതാണ്ട് കുറച്ച് എനിക്ക് തോന്നുന്നു 2014 ഇത് ആരംഭിച്ചത്. ഒരു ദിവസം അശോകൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, അതായത് ഇയാൾ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ നെന്മാറയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു സംഘടനയുണ്ട്, അതിൻ്റെ ഒരു ഫംഗ്ഷനുണ്ട്, ചേട്ടൻ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പോയിരുന്നു. അവിടെ പോയി കണ്ടപ്പോൾ അവരുടെ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ട് പഠിച്ചപ്പോഴും വളരെ സ്മാർട്ടായ കുറേ നല്ല ഒരു 150 ഗേൾസ് ആൻഡ് ബോയ്സ് ഉള്ള ഒരു സംഘടനയാണ്. അതിൻ്റെ പേര് ആശ്രയം എന്നാണ്. ആ പേരിൻ്റെ അനുയോജ്യമായ രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ. ഒരുപാട് ആശ്രയമായിട്ട് മാറുന്ന ഒരു ഓഫീസ്, ആശ്രയമായിട്ട് മാറുന്ന ഒരുപാട് ബോയ്സ് ആൻഡ് എല്ലാം യങ്സ്റ്റേഴ്സാണ്, എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ എനിക്ക് ഇവരുടെ ആ ഒരു സ്മാർട്ട്നെസ്സും അവരുടെ പ്രവർത്തന മേഖലയിലുള്ള മികവും കണ്ടിട്ട് ഞാൻ ആലോചിച്ചു, ഇതിന് നമ്മൾ കുറച്ചും കൂടി ഒന്ന് പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ലൊരു വഴിയിലേക്ക് ഇവരെ വിടാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് അസോസിയേറ്റഡ് ആയത്. അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ ഇവരോടൊപ്പം നടന്നു. ഒരുപാട് പിന്നെ ഇവരുടെ മെയിൻ സാധനം സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ആണ്. സ്കില്ലുണ്ടാക്കുക. നമ്മളിപ്പോൾ ഇവരുടെ ബേസിക് സാധനം ചാരിറ്റീസ് ഉണ്ട്, അതുപോലെ ഒരുപാട് സോഷ്യൽ വർക്ക് ഉണ്ട്. അതിനോട് ഇപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്. ഈ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ഇവരുടെ കോളേജ് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് MSc എടുക്കുന്നു, MBA എടുക്കുന്നു, എല്ലാം എടുത്തതിന് ശേഷം നമ്മുടെ ഒരു ഓൾ ഇന്ത്യ കോമ്പറ്റീഷനിൽ പോകുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ, കേരളത്തിൽ നിന്ന് പോകുന്ന മലയാളി കുട്ടികൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവായിട്ടുള്ള ഒരു ടെസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിനോ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനോ പങ്കെടുക്കുമ്പോൾ ഫെയിലാവുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ കാണുന്നത്, അവർക്ക് ഇപ്പോൾ നല്ല 98% മാർക്കൊക്കെ വാങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് ഒരു ഓൾ ഇന്ത്യ ബേസിലുള്ള ഒരു കോമ്പറ്റീഷനിൽ പോകുമ്പോൾ അവർക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവരുമായി ഒത്തുചേർന്നുകൊണ്ട് അഭ്യസ്തവിദ്യരായ അവർക്ക് ഒരു ക്രാഷ് കോഴ്സ് ഉണ്ടാക്കുക. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സ്. അത് ഞങ്ങൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. ക്യാമ്പുകളായിട്ട് പല സ്ഥലങ്ങളിലും അങ്ങനെ സംഘടിപ്പിച്ചിട്ട് അവരെ ട്രെയിൻ ചെയ്തിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലൂടെ അവർക്ക് കുറേ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അത് മാത്രമല്ല, അവർക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് മാത്രമല്ല, അവർക്ക് ജോബ് പ്ലേസ്മെൻറ്റ് കൂടെ മാക്സിമം നമ്മൾ അങ്ങനെ കുറേ കുട്ടികൾക്ക് നമ്മൾ ജോലി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഈ ആഫ്റ്റർ ദിസ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ചാരിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ സോഷ്യൽ വർക്ക്. അപ്പോൾ ഞാനന്ന് അവിടെ ചെന്നപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തോന്നിയ ഒരു ആശയത്തിൻ്റെ പേരിൽ ഇതൊക്കെ ഞാൻ ഇവരോടൊപ്പം നിന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു വെച്ചാൽ, ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയമില്ല ഈ സംഘടനയിൽ. ഇവർ ഏതാണ്ടൊരു ഇപ്പോൾ അവരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 600ഓളം വോളണ്ടിയേഴ്സ് ഉണ്ട്. 600 അവരുടെ 24 hours ഡ്യൂട്ടിയുള്ള 600 വോളണ്ടിയേഴ്സ് നമുക്കുണ്ട്. അതുകൂടാതെ ഓൺ കോൾ ഡ്യൂട്ടിയിൽ ഏതാണ്ട് ഒരു 1500ഓളം ഒരു വർക്ക് ഫോഴ്സ് നമുക്കുണ്ട്. അത് നമ്മൾ വിളിച്ചാൽ അപ്പോൾ വരും. അങ്ങനെ കേരളത്തിൽ നിന്നും വിട്ടിട്ട് നമ്മൾ അതർ സ്റ്റേറ്റിലും ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നാഷണൽ ലെവലിൽ ഇത് നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ നാഗാലാൻഡ് അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളിത് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഇഷ്യൂസിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ട് അവിടെ പോയി അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടിൻ്റെ ഫലമായിട്ടാണ്. പിന്നെ അശോക് എന്ന് പറഞ്ഞ ഈ PG ഇൻ ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ PG ആണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്തിട്ടുള്ളതാണ്.
അതുപോലെ എല്ലാവരും ക്വാളിഫൈഡ് ആണ്. വളരെ എനിക്ക് ഏറ്റവും അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇവർ കമ്മിറ്റ്മെൻറ്റ്, ഡെഡിക്കേറ്റഡ് ആണ്, കമ്മിറ്റ്മെൻറ്റ്സ്, അവർക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് സൊസൈറ്റിയോട്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. അപ്പോൾ ഞാൻ അവരുടെ ഒപ്പമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. ഈ ഓരോ ഞങ്ങളൊക്കെ ഒരുപാട് കോളേജസിൽ പോയിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് നമ്മൾ സ്റ്റഡി ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചാരിറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ അപ്പോൾ ഇപ്പോൾ ഞങ്ങളിവിടെ വരാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നൊരു പ്രോഗ്രാമിൻ്റെ ഒരു ഇനോഗ്രേഷൻ ഉണ്ട് ഇവിടെ. അത് കണക്റ്റ് ആയിട്ട് ഇവിടെ വന്നത്. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ CLSL എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ അവരോട് പറയുന്നു, നമ്മൾ ചാരിറ്റീസ് ചെയ്യുമ്പോൾ ഇത് പബ്ലിസിറ്റി കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളാണ് ചെയ്തതെന്നുള്ളത് വരരുതെന്നുള്ളതായിരുന്നു. പക്ഷേ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ചേട്ടാ നമ്മളിത് ചെയ്യുന്ന കാര്യങ്ങൾ പബ്ലിക് അറിഞ്ഞില്ലെങ്കിൽ ഇതിന് പിന്നെ നമ്മുടെ ഗ്രോത്ത് ഉണ്ടാവില്ല. അങ്ങനെ അവരെന്നെ കൺവിൻസ് ചെയ്തു, നമുക്ക് ഒരു പബ്ലിസിറ്റി വേണം. ആ പബ്ലിസിറ്റി വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. നിങ്ങളുടെ സഹായമാണ്. ഇത് നമുക്ക് ഒരുപാട് ഗ്രോ ചെയ്യാൻ പറ്റിയ ഒരു ഓർഗനൈസേഷനാണ് ഈ സാധനം. ഇത് നമ്മൾ നാഷണൽ ലെവലിൽ മാത്രമല്ല, ഇൻ്റർനാഷണൽ. ഇപ്പം നമുക്ക് കുറേ അവാർഡ് കിട്ടിയിട്ടുണ്ട്. വിയറ്റ്നാമിൽ ഈ വരുന്ന 12-ാം തീയതി അശോകിന് ഒരു അവാർഡ് കിട്ടുകയാണ്. ഒരു ഇൻ്റർനാഷണൽ അവാർഡാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇതിന് കുറച്ചും കൂടിയും കാര്യങ്ങളെ പറ്റിയിട്ട് അശോകൻ നിങ്ങളുടെ 2 വാക്ക് പറയും. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഒരുപാട് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല, ഒറ്റ വാക്കിൽ പറയാം. ഇന്ന് കൂടിയത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. ഈ വരുന്ന 2025-26 വർഷത്തിൽ 1000 ഭിന്നശേഷിക്കാരായ ഡിസബിലിറ്റി ഉള്ള യുവാക്കളുടെ തൊഴിൽ പരിശീലനവും അവർക്കുള്ള ജോലിയും, അങ്ങനെ ഒരു വലിയൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കേരളത്തിൽ മൊത്തമായിട്ട് ഈ ഒരു വർഷം, ഈ അടുത്തൊരു മാർച്ചോടുകൂടി 1000 യുവാക്കൾക്കുള്ള, അതായത് ഭിന്നശേഷിക്കാരായ യുവാക്കൾക്കുള്ള പരിശീലനവും, അതോടൊപ്പം തന്നെ പരിശീലനം മാത്രമല്ല, അവർക്ക് ഏതെങ്കിലും കമ്പനികളിലും സ്ഥാപനങ്ങളിലും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ സ്വയം തൊഴിൽ സംവിധാനത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ജോലി കൂടി സാധ്യമാക്കുക എന്നുള്ള വലിയ ഒരു പ്രൊജക്റ്റിന് ഇന്ന് തുടക്കമിടുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നൊരു പത്രസമ്മേളനം വെച്ചത്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഇനാഗ്രേഷൻ ഇന്ന് നമ്മളുടെ എടപ്പള്ളിയിൽ ഇവിടെ ഒരു ഓഫീസുണ്ട്. ഇന്ന് അവിടുത്തെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ ഒരു ഒഫീഷ്യൽ ലോഞ്ചിങ് അവിടെ നടക്കുന്നത്. അതിന് മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തിയതിന് ശേഷം പോകാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഒരു വലിയൊരു സപ്പോർട്ട് അതിൽ പ്രതീക്ഷിക്കുന്നു. CLSLനെ കുറിച്ച് ദേവൻ സാർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചുരുക്കി ഒറ്റ വാക്കിൽ പറയാം, നമ്മൾ സോഷ്യൽ സ്കിൽ ഡെവലപ്മെൻറ്റ് മാത്രമല്ല, യൂത്ത് ഡെവലപ്മെൻറ്റ് മാത്രമല്ല, ട്രൈബൽ ഡെവലപ്മെൻറ്റ് മേഖലകളിൽ, റൂറൽ ഡെവലപ്മെൻറ്റ് മേഖലകളിൽ, വുമൺ എംപവർമെൻറ്റ് മേഖലകളിൽ, അങ്ങനെ ഒരു 7 സംസ്ഥാനങ്ങളിലായിട്ട് നമ്മുടെ വർക്കുകൾ നടക്കുന്നുണ്ട്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഉണ്ട്, അതോടൊപ്പം തന്നെ കൊച്ചിയിൽ, വയനാട്, പാലക്കാട്, സേലം, അഹമ്മദാബാദ്, ഗുജറാത്തിൽ തന്നെ അഹമ്മദാബാദ് ഉണ്ട്. അപ്പോൾ നോർത്ത് ഈസ്റ്റിലാണ് പിന്നെ 4 സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നത്. ഇതൊന്നും സാമ്പത്തികത്തെ കണ്ടുകൊണ്ടല്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചത്. അത് തന്നെയാണ്. അല്ലാണ്ട് ഒരു സാമ്പത്തികം, ഒരു ഫണ്ടിങ് സോഴ്സ് മാത്രമായിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമല്ല. ഈ കഴിഞ്ഞ 2 CSR പ്രോഗ്രാംസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം അവർ ഓൺ ഫണ്ട്. ഇതൊരു ചാരിറ്റി പ്രോഗ്രാംസ് ആയിട്ട് തന്നെയാണ് ഇത്രയും കാലം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത് ഞങ്ങളുടെ കയ്യിൽ നിന്നുള്ള സാമ്പത്തികം മാറ്റിവെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അല്ലാതെ നമ്മളൊരു വലിയൊരു പബ്ലിസിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് ഒരു പിരിവായിട്ടോ ഡൊണേഷൻ എടുത്തിട്ടോ അല്ല. 10-15 പേര് ഇതിലെ എക്സിക്യൂട്ടീവ്, ദേവൻ സാർ അടക്കമുള്ള ആളുകളുണ്ട്. അവരുടെ ഓൺ മണി തന്നെയാണ് ഈ ഒരു കാര്യത്തിന് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു ലോഞ്ചിങ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനായിട്ടുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷം 250-ലധികം പ്രോഗ്രാംസുകൾ കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. കാരണം അതിൽ ഫ്രീ എന്ന് പറയുന്നത് ഒരു വലിയൊരു അപരാധമാണെന്ന് എനിക്കറിയാം. പക്ഷേ ആരും അറിയാതെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഇൻഡിവിജ്വലി എന്ന് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ദേവൻ സാർ, കാരണം നിങ്ങൾ സിനിമാ നടനായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവായിട്ടൊക്കെ ആയിരിക്കും കാണുക. ഞങ്ങളെ സംബന്ധിച്ച് അതിനേക്കാളുപരി ഒരു അറിയാതെയുള്ള കുറേ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ വയനാട് ആണെങ്കിലും ഈ കോവിഡ് സമയത്താണെങ്കിലും പ്രളയ സമയത്താണെങ്കിലും നമ്മൾ വിചാരിക്കാത്ത, നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ വലിയൊരു സാമ്പത്തിക കാര്യങ്ങൾ വരെ ഞങ്ങൾക്ക് ഒരുപാട് ചെയ്തിട്ടുള്ള ഞങ്ങളെ തന്നെ ടീം അംഗമാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ഈ ഒരു വേദിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഇപ്പം നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഈ
ഈ ശ്വേതാമേനോൻ്റെ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ എന്ത് അല്ലേ? കറക്റ്റ് അല്ലേ? അല്ല, എൻ്റെ ഒരു അസംഷനായിരുന്നു. കാരണം എന്നെ കണ്ടപ്പോൾ ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻസ്. നമ്മളിപ്പോൾ ശ്വേതാമേനോൻ്റെ കാര്യത്തിൽ എന്ത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള അങ്ങനെയല്ലേ? അതല്ലേ എല്ലാവരും മനസ്സിൽ? അതുകൊണ്ട് ഓക്കെ ആയിക്കോട്ടെ, വിരോധമില്ല. ചോദിച്ചിരുന്നു പല ആളുകളും. അതെ വെള്ളം ശ്വേതാമേനോനെതിരെ കേസെടുത്ത കാര്യത്തിൽ ഞാൻ ഒരുപാട് വിയോജിപ്പുണ്ട് അതിനകത്ത്. ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. അത് ആരാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ശ്വേതാമേനോനെതിരെ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വാസ്തവത്തിൽ ഇതിൻ്റെ ഒരു ഇവൻറ്റിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. ഇതിൻ്റെ ഒരു സന്ദർഭത്തിൻ്റെ ഒരു ഒക്കേഷൻ. അതെന്ന് വെച്ചാൽ ഈ അമ്മ എന്ന സംഘടനയുടെ വളരെ പ്രധാനപ്പെട്ട, ഇന്നേ വരെ അമ്മയുടെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയ ഒരു അജണ്ട തന്നെ, വലിയ റിസ്ക് എടുത്തിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഈ ഒരു ഇലക്ഷനെ നമ്മൾ കാണുന്നത് ഈ അമ്മ എന്ന സംഘടനയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഇതിൻ്റെ ഒരു റിസൾട്ട് കൊണ്ട് അമ്മയുടെ നിലനിൽപ്പ് തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. അപ്പോൾ ഇതിനെ ഏതോ ഒരു ശക്തി അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ എലക്ഷനെ ഡിസ്റ്റർബ് ചെയ്യുക. ഈ അമ്മയുടെ ഈ 15-ാം തീയതി വരാൻ പോകുന്ന എലക്ഷനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ഏതോ ഒരു ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഒരു ശ്രമഫലമായിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി. അല്ലാണ്ട് ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മുടെ ഷാനവാസിൻ്റെ ഫ്യൂണറൽ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് ഇതിനെ പറ്റിയിട്ടൊരു ഫോണിലാണ് എനിക്കിത് കിട്ടിയത്. പക്ഷെ ഞാൻ വാസ്തവത്തിൽ എനിക്ക് ഷോക്കായി പോയി, വേദന തോന്നി, വിഷമം തോന്നി. കാരണം പിന്നെ ശ്വേതാമേനോൻ എൻ്റെ ഒരു ഓപ്പോസിറ്റ് കാൻഡിഡേറ്റായിട്ട് നിൽക്കുന്നതിനേക്കാളേറെ അമ്മയുടെ ഒരു അംഗമാണ്, റെസ്പെക്റ്റബിൾ പേഴ്സണാണ് അവർ. അവർക്ക് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടായപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ പറഞ്ഞു അത് ഒരിക്കലും നടക്കുന്നതല്ല. അത് ഈ FIR എന്ന് പറഞ്ഞ സാധനം വെരി ബുൾഷിറ്റാണെന്ന് പറയും. ഇറ്റ്സ് നോൺസെൻസ്. അതൊന്നുമില്ല. ഇപ്പം ഇത് കോടതിയിൽ പോയ ഫസ്റ്റ് അവറിൽ തന്നെ ഇത് തള്ളും എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തള്ളണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ. കാരണം അങ്ങനെ ഉണ്ടാവാനൊരു സാധ്യത കുറവാണ്. ഇത് അമ്മയ്ക്കകത്തോ അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് അകത്തുള്ള ഒരു ശക്തിയല്ല ഇത്. അത് ഞാൻ ഉറപ്പിച്ച് പറയാം. കാരണം അമ്മയല്ലോ അല്ലെങ്കിൽ നമ്മുടെ സിനിമ വ്യവസായത്തിൽപ്പെട്ട ഒരു സംഘടനയ്ക്കോ ഇതുപോലെ ഒരു ക്രൂരത ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായല്ലോ? ഒരിക്കലും അങ്ങനെ ഒരു അമ്മയുള്ള അംഗങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട്, വളരെ ശക്തമായ രീതിയിലുള്ള മലയാള സിനിമ സംഘടനകളുണ്ട്. അതിനകത്ത് ഒരു മനുഷ്യനും ഇതേപോലെ ഒരു ക്രൂരത ചെയ്യാൻ പുറപ്പെടില്ല. അങ്ങനെ ചെയ്യാനുള്ള മനസ്സില്ലാത്തവരാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ അമ്മ എന്ന സംഘടനയെ തകർക്കണമെന്ന് കുറച്ച് കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു ശക്തി, എനിക്ക് ശക്തി ഏതാണെന്ന് അറിയില്ല കേട്ടോ, പക്ഷെ ദർ ഇസ് എ ഫോഴ്സ്. അപ്പോൾ ആ ശക്തി പറയുന്നത് ഇപ്പോൾ ഈ ഏറ്റവും ബെസ്റ്റ് ആദ്യം അവർക്ക് ചെയ്യാനുള്ളത് ഈ ഇലക്ഷനെ ഡിസ്റ്റർബ് ചെയ്താൽ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും അമ്മയെ സംബന്ധിച്ചിടത്തോളം. എനിക്കങ്ങനെ സംശയിക്കാൻ പറ്റില്ല. കാരണം ഞാനിതിൻ്റെ അകത്തുള്ള ഒരാളാണ്. ഞാൻ ഈ അമ്മ എന്ന ഒരു സംഘടന എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അംഗങ്ങളെ തന്നെ എനിക്ക് തെറ്റിദ്ധരിക്കാൻ ഈ സമയത്ത് എനിക്ക് പറ്റില്ല. കാരണം അത് ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ സംഘടന, ഒരു കമ്മിറ്റി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ശക്തമായ രീതിയിൽ ആരാണെങ്കിലും ശരി അവിടെ മുഖം നോക്കാതെ ഇതിൻ്റെ പിന്നിലുള്ള ആരാണ്, ആരായാലും ഇപ്പോൾ അമ്മയുടെ സംഘടനയിൽ അകത്തുള്ള അംഗങ്ങളാണെങ്കിൽ തന്നെ മുഖം നോക്കാതെ അത് ഞങ്ങളുടെ കമ്മിറ്റി നടപടിയെടുക്കും.
അത് അത് ശ്വേതയുടെ ഒപ്പീനിയനാണ്. എനിക്കതിനോട് യോജിപ്പുണ്ടെന്ന് തോന്നുന്നില്ല. അത് ശ്വേത മേനോൻ്റെ ഒരു അഭിപ്രായമായിരിക്കും. എനിക്കത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനുള്ള ഒരു നിവൃത്തി ഇപ്പം ഇല്ല എനിക്ക്. തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യം തന്നെയാണ് അത്. വാസ്തവത്തിൽ ഇതിന് അത് എന്തുകൊണ്ടാണ് ഇതുവരെ നടപടി എടുക്കാത്തത് എന്ന് എൻ്റെ ഉള്ളിലൊരു ചോദ്യം തന്നെയാണത്. എൻ്റെ ഉള്ളിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ അങ്ങനോട് ചോദിച്ചത്. എന്തുകൊണ്ടാണ് ഇതേവരേക്ക് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അതും 2018 നടന്നൊരു സംഭവമാണ്. ഇതേവരെ അത് ചെയ്തവരാരാണെങ്കിലും അത് തെറ്റാണ് അവർ ചെയ്തത്. അതിന് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. കാരണം അമ്മയ്ക്കൊരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ വന്നിട്ട് എന്താണ് നിങ്ങൾ അല്ലാണ്ട് നമ്മളൊരു റെക്കോർഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാനത്. അത് എന്തുകൊണ്ട് അമ്മ ആക്ഷൻ എടുത്തില്ല എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ അത് തെറ്റ് തന്നെയാണത്. എന്താണ് ഇല്ല എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതിപ്പോൾ നമ്മളൊക്കെ കൂടിയിട്ട് ഇപ്പോൾ സപ്പോസ് ഒരു പുതിയൊരു കമ്മിറ്റി വരികയാണെങ്കിൽ ഞങ്ങൾ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ കുറേ സ്റ്റഡി ചെയ്തു. ഇതിന് ശേഷം എനിക്കറിയാം, ഞാൻ ഒരു അംഗം എന്ന നിലയ്ക്ക് ഒരുപാട്, ഞാൻ 2-3 തവണ ഒരു ടേംസിലൊക്കെ ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ അമ്മയുടെ ഈ അകലെയാണെങ്കിലും ഞാൻ കൂടുതലും തമിഴും തെലുങ്കും പടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ അന്നൊന്നും എനിക്ക് അമ്മയിലുണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ ഞാൻ നടക്കുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാമായിരുന്നു. കുറേ പ്രശ്നങ്ങളുണ്ട്. അമ്മ പ്രശ്നങ്ങളില്ലാത്തൊരു ഓർഗനൈസേഷൻ അല്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും മാരകമായ പ്രശ്നങ്ങളല്ല. മാരകമായ പ്രശ്നങ്ങൾ അതിനകത്തില്ല. അത് അമ്മ എന്ന സംഘടനയിൽ അമ്മയ്ക്ക് എതിരല്ല. അതൊന്നും അമ്മയ്ക്കെതിരല്ല. ഈ അംഗങ്ങൾ തമ്മിലുള്ള പേഴ്സണാലിറ്റി കോൺഫ്ലിക്റ്റ് ആണത്. ഈഗോ കോംപ്ലക്സ് ആയിരിക്കാം. ഒരു സെൻസിറ്റീവാണ് എല്ലാവരും. ആർട്ടിസ്റ്റുകൾ മുഴുവനും, കലാകാരന്മാരും കലാകാരികളും വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ അവർക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ അവരിങ്ങനെ പെട്ടെന്ന് ഇതാവും, ഒരു തരം സെൻസിറ്റീവായിട്ട് മാറുകയും അതിൻ്റെ പേരിലുള്ള ചില ഈ അലക്കുകളാണ് കാണുന്നത്. ഈ അലക്കൽ ചിങ് ആ അലക്ക് വരുന്നുണ്ട്. തെറ്റാണത്. ഞാനത് യോജിക്കുന്നു. അതിൻ്റെ കാര്യത്തിൽ ആ ചോദ്യത്തോട് യോജിക്കുന്നു. അത് അവർ ചെയ്തത് ശരിയല്ലത്. അവർക്ക് ചെയ്യാവുന്നത്, അമ്മ എന്നൊരു ഓർഗനൈസേഷനുണ്ട്. ആ ഓർഗനൈസേഷനിൽ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ കൊണ്ടുവന്നിട്ട് ഇതിനെപ്പറ്റി, ഇപ്പോൾ സപ്പോസ് ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ ആ സ്ഥാനത്ത് വരികയാണെങ്കിൽ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം ഞാൻ കാണും. ഞാൻ അക്രോസ് ദ ടേബിൾ ഈ പരസ്പരം അടികൂടുന്ന എല്ലാ അംഗങ്ങളെയും വിളിച്ചു വരുത്തി അവർ അക്രോസ് ദ ടേബിൾ ഇരുന്നുകൊണ്ട് അവരുടെ പരാതി എന്താണ്, അവരുടെ വേദന എന്താണ് എന്ന് മനസ്സിലാക്കി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാവുന്നതുള്ളൂ. അല്ലാതെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഇന്ന് അമ്മയിൽ നിലനിൽക്കുന്നില്ല. നല്ലത് സംഭവിക്കുള്ളൂ. അംഗങ്ങൾക്ക് ഒരു കോട്ടവും ഇല്ലാത്ത രീതിയിൽ, അമ്മയുടെ ഇമേജിന് ഒരു കോട്ടവും ബാധിക്കാത്ത രീതിയിലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുള്ളൂ. അത് എൻ്റെ ഒരു പ്രതീക്ഷ മാത്രമല്ല, എൻ്റെ ഒരു വാഗ്ദാനം തന്നെയാണ്. ഇല്ല, ഞാൻ പറഞ്ഞ അമ്മ ഒരു കലാകാരികളോട് ഒരു സംഘടനയാണല്ലോ. എല്ലാവരും സമ്മതിക്കുമല്ലോ.
കലാകാരന്മാർ എങ്ങനെ ഉണ്ടാവുന്നത്? പ്രേക്ഷകരുടെ കയ്യടി കൊണ്ട് മാത്രമാണ് കലാകാരന്മാർ ഉണ്ടാകുന്നത്. നിങ്ങളാണ് മാധ്യമങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ കലാകാരം ഉണ്ടാവുന്നുള്ളൂ. അതായത് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് മാധ്യമങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ പറയാണ് ഇത് ഞങ്ങളുടെ കാര്യമാണ്, ഇത് ഇന്റേണൽ പ്രോബ്ലമാണ് അമ്മയോട് പറയുന്നതിൽ അർത്ഥമില്ല. ഞങ്ങൾക്കൊരു ബാധ്യതയുണ്ട്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാധ്യമമാണ് നിങ്ങൾ. അപ്പോൾ അതിൻ്റെ അല്ലാതെ 506 പേരുടെ പ്രശ്നമല്ല. എന്തിനാണ് മാധ്യമങ്ങൾ ഇടപെടുന്നത്, എന്തിനാണ് പ്രേക്ഷകർ ഇതിനെപ്പറ്റി ഇടപെടുന്നത്? അത് ശരിയല്ല. ഞങ്ങൾ ഇന്ന് ഇവിടെ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രേക്ഷകർ എനിക്ക് തന്ന സപ്പോർട്ട് കൊണ്ടാണ് ആസ് എൻ ആർട്ടിസ്റ്റ്. അപ്പോൾ എനിക്ക് നിങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. ഞങ്ങൾ അമ്മയുടെ കാര്യം ഞങ്ങൾ ഇന്റേണൽ ഇതാണെന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കാൻ അത് തെറ്റാണ്. അത് അറിയിച്ചേ പറ്റൂ. അറിയിച്ചില്ലെങ്കിൽ അത് കുറ്റമാണ്. അപ്പോഴാണ് തെറ്റിദ്ധാരണകൾ എങ്ങനെ വരുന്നത്. തെറ്റിദ്ധാരണകളാണ് ഏറ്റവും മാക്സിമം അമ്മ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. തെറ്റിദ്ധാരണകളാണ്. അമ്മ ഒരുപാട്, ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അമ്മ. അമ്മയ്ക്ക് അങ്ങനെ ഇപ്പോൾ അന്ന് വന്നപ്പോൾ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. രാഷ്ട്രീയം ഉണ്ടോ, അല്ലെങ്കിൽ ഓരോരുത്തരും നിങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയവൽക്കരിക്കാൻ പോവുകയാണോ? ആരോ എന്നോട് ചോദിച്ചു കാവ്യവൽക്കരിക്കാൻ പോവുകയാണ്. ഒന്നുമില്ല, അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ മാത്രമല്ലല്ലോ ഈ രാഷ്ട്രീയക്കാരൻ. മമ്മൂട്ടി രാഷ്ട്രീയക്കാരനല്ലേ? CPM-ൻ്റെ ആളല്ലേ? മുകേഷ് രാഷ്ട്രീയക്കാരനല്ലേ? CPM-ൻ്റെ ആളല്ലേ? മറ്റേ ജഗദീശ് രാഷ്ട്രീയക്കാരനല്ലേ? കോൺഗ്രസിൻ്റെ ആളല്ലേ? ഇങ്ങനെ ഒന്നും വേർതിരിവ് ഞങ്ങളുടെ അമ്മയിലില്ല, ഇതേവരെ ഉണ്ടായിട്ടില്ല. അത് വേറെ രാഷ്ട്രീയം എന്നുള്ളത് പുറത്തുള്ള സംഭവങ്ങളാണ്. ഇതിനകത്ത് ഈ കക്ഷി രാഷ്ട്രീയത്തിനെ പറ്റിയോ കളർ ഓഫ് ദി രാഷ്ട്രീയത്തിനെ പറ്റിയോ ഒന്നും ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ ഇത് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമുക്കൊരു സൊസൈറ്റിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു കലാകാരൻ. കാരണം അവരുടെ പൈസ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്, പ്രേക്ഷകരുടെ പൈസ കൊണ്ടാണ്. അപ്പോൾ അതിന് നമ്മൾ വി ഹാവ് ടു റിട്ടേൺ ദം. അതിനാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ അമ്മയിലുള്ള ഈ ഒരുപാട് ഈ ചാരിറ്റബിൾ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. ഞാൻ പറഞ്ഞിട്ട് ഒറ്റ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഈ അമ്മയ്ക്ക് എന്ത് പറ്റിയാൽ ഏറ്റവും കൂടി വേദനിക്കുന്നതെന്ന് അറിയും. 350 ആർട്ടിസ്റ്റുകൾ വേദന അനുഭവിക്കുന്ന, അതായത് കഷ്ടപ്പെടുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഞാൻ പറഞ്ഞ ഈ മോഹൻലാലിനും മമ്മൂട്ടീനും ഒക്കെ കണ്ടിട്ടൊന്നും സിനിമയെ അളക്കാൻ പറ്റില്ല നമുക്ക്. നോ, അതല്ല സിനിമ. നിങ്ങൾ അകത്തളങ്ങളിലേക്ക് പോവുക, നിങ്ങൾ ബാക്ക് യാർഡിലേക്ക് പോകണം, സിനിമയുടെ ബാക്ക് യാർഡിലേക്ക് പോകാം. അപ്പോഴാണ് മനസ്സിലാവുക ഇതിനകത്തുള്ള ദുരന്തങ്ങൾ, കഷ്ടപ്പാടുകൾ, പട്ടിണികൾ. അപ്പോൾ ഈ അമ്മയുടെ ഏറ്റവും വലിയൊരു നന്മ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അവർക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അമ്മ രൂപവൽക്കരിക്കപ്പെട്ടത്. വർഷങ്ങൾക്ക് മുമ്പ് 31 വർഷങ്ങൾക്ക് മുമ്പുണ്ടായതാണ് അത്. അമ്മ അതിൻ്റെ എല്ലാ ഗൗരവത്തോടു കൂടിയും തന്നെ ഫണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ അതൊന്ന്. അപ്പോൾ ഒരു മാസം ഞങ്ങൾക്ക് ആദ്യത്തെ ഇപ്പം ഞാൻ ഈ 2 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒന്ന് ഈ കൈനീട്ടവും പ്ലസ് മെഡിക്കൽ കിറ്റും. ആ രണ്ടിൻ്റെയും ചിലവെന്ന് പറഞ്ഞാൽ 11 ലക്ഷം രൂപ ഒരു മാസം അമ്മയ്ക്ക് ചിലവാക്കേണ്ടി വരുന്നു ഈ വേദന അനുഭവിക്കുന്ന ഈ 350ഓളം ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും വേണമല്ലോ. അതായത് പ്രസിഡന്റ് എന്ന് പറയുന്ന ആൾ വെറുതെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആവരുത്. അതിനകത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ട് അതിനെന്തൊക്കെയാണ് അതിൻ്റെ എക്സ്പേർട്ടുകളായിട്ട് ചർച്ച ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. കാരണം ഇതൊരു കോമൺ കോസാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ പൃഥ്വിരാജോ ദിലീപോ ഒന്നും ഒരു പൈസ പോലും വാങ്ങാതെയാണ് ഈ ഫണ്ട് ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ഷോ നടത്തുന്നു, ഒരു ചാനൽ ഷോ, ഒരു TV ഷോ നടത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞാൽ ഒരു ദിവസം കോടിക്കണക്കിന് ഒരു ദിവസത്തെ ഇവരുടെ വരവെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെയാണ്. ഇത് വേണ്ട എന്ന് വെച്ചിട്ടാണ് അവർ 10-15 ദിവസങ്ങൾ ഈ അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ ഷോവിന് വേണ്ടിയിട്ട് റിഹേഴ്സലിന് വരുന്നത്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ എൻ്റെ ഒരു മനസ്സിലുള്ളതെന്ന് വെച്ചാൽ ഈ ഫണ്ട് ഇനി ഭാവിയിൽ വലിയ പ്രശ്നമാവും. കാരണം ഇപ്പോൾ TV ചാനൽസിനൊന്നും അങ്ങനെ ഒരു ഷോ നടത്താൻ താല്പര്യമില്ല, അതിനുള്ള മാർക്കറ്റ് ഇല്ല എന്ന് അവർ പറയുന്നു, അതിനുള്ള ബെനിഫിറ്റ് ഇല്ല എന്ന് പറയുന്നു.
ഇനിയിപ്പോൾ നമ്മൾ വേറൊരു രൂപത്തിൽ ഫണ്ട് കണ്ടെത്തിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ സപ്പോസ് ഞാൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞാൻ ഇതിൻ്റെ അധ്യക്ഷനായാൽ ഞാൻ ആദ്യമായി ചിന്തിക്കുന്നത് എങ്ങനെ നമുക്ക് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമ്പർ 1 അജണ്ട അതായിരിക്കണം. കാരണം ഫണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഈ ഫണ്ട് രൂപീകരിക്കാൻ എന്നുള്ളത്. ഇത്രയായിട്ടും ഇതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഇൻകം ടാക്സിൻ്റെ 80G പ്രകാരമുള്ള സംഗതിയുണ്ട്, ഒരു ലൈസൻസ് ഉണ്ട്. പക്ഷെ അത് അമ്മയ്ക്കതില്ല. എന്തുകൊണ്ടാണ് ഇല്ല ഇതേവരെ? അപ്പോൾ അതിനൊക്കെ ആൾക്കാർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശ്രമിച്ചാൽ കിട്ടും. അതുമാത്രമല്ല, ഈ സെൻട്രൽ ഗവൺമെൻറ് ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷന് ഏത് സംഘടനയ്ക്കും നമുക്ക് ഗ്രാൻഡൊക്കെ കിട്ടുന്ന സംഗതിയുണ്ട്. കാരണം ഇത് മുഴുവനും പോകുന്നത് ഞങ്ങളുടെ ലക്ഷൂറിയസ് ലൈഫിന് വേണ്ടിയിട്ടല്ല, ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആ കോസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്തും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അടുത്തും നമുക്ക് ഒരുപാട് ഗ്രാൻഡ് ഉണ്ടാക്കാൻ സാധിക്കും. നമ്പർ 2. നമ്പർ 3, ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനികളോ അല്ലെങ്കിൽ അവരുടെ CSRൻ്റെ ഫണ്ട് കിട്ടുന്നുണ്ട്. ഒരുപാട് സംഗതിയുണ്ട്. അതിന് നമ്മൾ പോയി അവിടെ പോയി സംസാരിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്, വൈ കാണ്ട് യു ഫണ്ട് ഫോർ എസ്. അങ്ങനെ ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. ആ ഓപ്പണിങ്സ് ഒന്നും ഇതുവരെ ഓപ്പൺ ചെയ്യാതിരിക്കുന്നുണ്ട്. അത് വലിയൊരു ഒരു ഡ്രോബാക്കാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം. ഈ ഷോ മാത്രമല്ല ഇതിൻ്റെ ഒരു വേ. അപ്പോൾ ആ ഒരു ആ എല്ലാ ഗേറ്റുകളും തുറന്നുകൊണ്ട് എങ്ങനെ നമുക്ക് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇപ്പോൾ നമുക്ക് 8 കോടി ഒക്കെ ബാക്കിയുള്ളൂ. അത് ഇപ്പോൾ ഒരു 6-7 മാസം കൊണ്ട് അത് കണ്ട് തീരും. മനസ്സിലായല്ലോ? പിന്നെ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഏറ്റെടുക്കാൻ ഞാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത ഒരു പ്രസിഡന്റ് ഏറ്റെടുക്കാൻ പോകുന്നത് വലിയൊരു ഭാരമാണിത്. ഈ ചെറിയൊരു ഭാരമല്ല. അതുമാത്രമല്ല, നമുക്ക് ഇപ്പോൾ GSTയുടെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. അതൊക്കെ കാരണം അപ്പം GSTയുടെ നോട്ടീസ് വരാൻ കാരണം ഇത് പ്രോപ്പറായിട്ട് റെപ്രസെൻറ്റേഷൻസ് പോയിട്ടില്ല. അതായത് GST ഞങ്ങൾക്ക് അപ്ലിക്കബിൾ അല്ല എന്നുള്ള ഒരു കോസ് വെച്ചിട്ട്, ഒരു ലീഗൽ കോസ് വെച്ചിട്ട് GST അതോറിറ്റീസിന് പോയി കണ്ട് ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും. കാരണം ഞങ്ങളുടെ അക്കൗണ്ട്സ് പരിശോധിച്ചാൽ ഇത് ഏതാണ്ട് ഒരു 99% ഓഫ് ഫണ്ട് ഗോസ് ടു ദീസ് പീപ്പിൾ. ഇത്രയും കഷ്ടപ്പെടുന്നവർക്കാണ്, അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നവരല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സ് വെച്ചിട്ട് ഈ റീസെൻ്റ് വെച്ചിട്ട് ഓരോരുത്തരും ഓരോ അതോറിറ്റീസിന്, ഇൻകം ടാക്സിൻ്റെ അടുത്ത്, അതുപോലെയുള്ള മറ്റേ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത്, എല്ലാവരുടെ അടുത്തും പോയി ഈ GSTയുടെ ഒക്കെ അടുത്തും പോയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതിന് എൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു ശ്രമം ഉണ്ടാവും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ പരാതികൾ, പ്രശ്നങ്ങൾ, അപ്പോൾ അതൊക്കെ തീർക്കാൻ ഞാനിത് സ്റ്റഡി ചെയ്തപ്പോൾ ഇവർ പറയുന്ന രീതിയിലുള്ള ഈ അലക്കൽസിലുള്ള ഈ സ്റ്റഡി ചെയ്യുമ്പോൾ തോന്നുന്നത് ഇതൊരു വലിയൊരു മാറ്റർ അല്ല ഇത്. ഇപ്പോൾ ഇതുണ്ടല്ലോ, ഈ മെമ്മറി കാർഡിൻ്റെ ഒരു ഇഷ്യൂ ആണ് കുറച്ചൊരു മേജർ പ്രോബ്ലമായിട്ട് ഞാൻ കാണുന്നത്. അത് വലിയൊരു പ്രോബ്ലം തന്നെയാണത്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതിനെ കൂടുതൽ എനിക്കറിയില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ ഈ കമ്മിറ്റി വന്ന് ശക്തമായ രീതിയിൽ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് ആരാണ് ഇതിൻ്റെ കുറ്റവാളികൾ, എന്തൊക്കെയാണ് ഇവിടെ പ്രശ്നങ്ങൾ, അതൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് മുഖം നോക്കാതെ നമ്മൾ അതായത് സംഘടനയ്ക്കുള്ളിൽ നടന്ന സംഭവമാണുള്ളത്. സംഘടനയ്ക്കുള്ളിലാണ് നടന്നത്. ഈ സംഘടനയിലുള്ള ആൾക്കാരെ തന്നെയാണ് ഇത് റെക്കോർഡ് ചെയ്തൊക്കെ പറയുന്നത്. അപ്പോൾ അത് സംഘടനയുടെ ഒരു ഇന്ത്യയുടെ പ്രോബ്ലമാണത്. അത് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ആ ഒരു ഗൗരവത്തോടു കൂടി തന്നെയാണ് ഞാനതിനെ കാണുന്നത്. അത് പറഞ്ഞാൽ നമ്മുടെ കമ്മിറ്റി വരുമ്പോൾ കമ്മിറ്റിയിൽ വെച്ചിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കും. ഒരു വിചാരണ ഉണ്ടാവും. ഒരു വിചാരണ എന്ന് പറയും, ഇന്റേണൽ വിചാരണ ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും.